ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം. ഈശോ ചോദിച്ചു, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഈശോ ചോദിക്കുകയാണ്. 10 കുഷ്ഠരോഗികള് ഈശോയുടെ പക്കലേക്ക് വന്നു. അവർക്ക് സൗഖ്യം ലഭിക്കണം. കാരണം ഒത്തിരിയേറെ വേദനയിലൂടെ അവർ കടന്നു പോവുകയാണ്. പൊതു സമൂഹത്തില് അവർക്ക് പ്രത്യക്ഷപ്പെടാൻ പറ്റില്ല. ആളുകളിൽ നിന്ന് മാറി ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സാഹചര്യം, ആരോടും സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ജീവിച്ച് വേദനിച്ച് കഴിഞ്ഞിരുന്നവരാണവർ. പക്ഷേ അവരോടി ഈശോയുടെ അടുത്ത് വന്ന് സൗഖ്യം ആവശ്യപ്പെട്ടു. പോകും വഴിയിൽ അവർക്ക് സൗഖ്യം ലഭിക്കുന്നുണ്ട്. എന്നാൽ ഒരേ ഒരു കുഷ്ഠരോഗി വന്ന് നന്ദി പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ കുഷ്ഠരോഗിയോടാണ് ഈശോ ചോദിക്കുന്നത്, 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ഈ ഒരു മനോഭാവം ഏറി വരുന്നുണ്ട് അല്ലേ? നമ്മൾ ദൈവസന്നിധിയിൽ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാ? എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളില്, പ്രശ്നങ്ങളില്, ഈ പ്രതിസന്ധികളിൽ നിന്ന് മോചനം നേടാനായിട്ട്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാനായിട്ട് ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ നേടിയെടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്നത്? തിരിച്ച് നന്ദി പറയാനായിട്ട് മറന്നു പോവുക. നന്ദിയില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുക. അത് ദൈവത്തോടും മനുഷ്യരോടും. മനുഷ്യൻ ഒരു നന്മ നമുക്ക് ചെയ്താൽ പലപ്പോഴും അവരോട് നന്ദി പറയാൻ പോലും നമ്മൾ തയ്യാറാവുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തില് എല്ലാവരെയും നമ്മൾ ആശ്രയിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ദൈവസന്നിധിയിൽ വരുന്നതും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രമാണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ദൈവസന്നിധിയിൽ വന്ന് നന്ദി പറയാനായിട്ടോ അവരുമായിട്ട് സ്നേഹത്തില് മുന്നോട്ട് പോകുവാനായിട്ടോ നമുക്ക് സാധിക്കുന്നില്ല. നന്ദിയില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ മാറുക. സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്തേ. എത്രയോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നു. എത്രയോ നന്മകള് എൻ്റെ ദൈവം എനിക്ക് പ്രദാനം ചെയ്യുന്നു അല്ലെ? ഓരോ ദിവസവും എൻ്റെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകുന്ന എത്രയോ വ്യക്തികൾ മരിച്ചു പോകുന്നു അല്ലെ? ഓരോ പ്രഭാതവും ദൈവം എനിക്ക് ദാനമായിട്ട് നൽകുമ്പോൾ ദൈവത്തിന്റെ ഈ ദാനങ്ങൾക്ക് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നന്ദി പറയാതെ പരാതി പറഞ്ഞ് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുക. കിട്ടാത്തതിനെ ഓർത്ത് നിരാശപ്പെട്ട് വേദനിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറുക. സ്നേഹമുള്ളവരെ, കിട്ടാത്തതിനെ ഓർത്ത് വേദനിക്കാതെ കിട്ടിയ നന്മകൾക്ക് നന്ദി പറയാനായിട്ട് പറ്റണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നന്ദിയുടെ ഒരു മനോഭാവം ഉണ്ടാവട്ടെ. ദൈവത്തോടും മറ്റുള്ളവരോടും എപ്പോഴും നന്ദി പറയുവാനായിട്ട്, നന്ദിയുള്ള ഹൃദയത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.